വുളൂഇന്റെ ഷർത്തുകൾ: 1. ശുദ്ധജലം ഉപയോഗിക്കുക. 2. കഴുകേണ്ട അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. 3. വെള്ളത്തിൻ്റെ ഗുണം നഷ്ടപ്പെടുത്തുന്ന സോപ്പ്, കളറുകൾ തുടങ്ങിയവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 4. വെള്ളം തൊലിയിലേക്ക് എത്തുന്നതിനെ തടയുന്ന മെഴുക് തുടങ്ങിയവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 5. നിത്യ അശുദ്ധിയുള്ളവർ നിസ്കാര സമയം ആയ ശേഷം മാത്രം വുളൂ എടുക്കുക. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين. വുളൂ ആരംഭിക്കുന്നു. വുളൂഇന്റെ സുന്നത്തുകൾ നിർവഹിക്കുന്നു എന്ന് കരുതുന്നു. നവൈതു സുനനൽ വുളൂഇ. തുടർന്ന് ഈ ദിക്റുകൾ ചൊല്ലണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ ത്വഹൂറാ. മുൻകൈ 3 പ്രാവശ്യം കഴുകുന്നു. പല്ലു തേക്കൽ വുളൂഇന്റെ സുന്നത്താണ്. വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുന്നത് ഇങ്ങനെയാണ്. തുടർന്ന് മുഖം കഴുകൽ ആരംഭിക്കുന്നു. അതിനോടനുബന്ധിച്ച് നിയ്യത്ത് ചെയ്യുന്നു. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. മുഖം കഴുകുന്നതിന്റെ തുടക്കത്തോട് ചേർന്നുകൊണ്ട് തന്നെ നിയ്യത്ത് ഉണ്ടാകേണ്ടതാണ്. നിയ്യത്ത് ചെയ്ത ഉടനെ മുഖം 3 പ്രാവശ്യം കഴുകുന്നു. വുളൂ എടുക്കുന്നതിനിടയിൽ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. തലമുടി മുളക്കുന്ന ഭാഗം മുതൽ താടിയെല്ലിന്റെ അറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയാണ് മുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താടിയുടെ ഉൾവശത്ത് ഇങ്ങനെ വെള്ളം എത്തിക്കാം. 2 കൈകൾ മുട്ട് ഉൾപ്പെടെ 3 പ്രാവശ്യം കഴുകുന്നു. ആദ്യം വലതു കൈ 3 പ്രാവശ്യം കഴുകണം. പിന്നീടാണ് ഇടതു കൈ കഴുകേണ്ടത്. മുഖത്തെ സംബന്ധിച്ച് നാം പരാമർശിച്ചതുപോലെ 2 കൈകളും കൈമുട്ടിന്റെ മുകളിലേക്ക് കൂടി കഴുകൽ വ്യാപിപ്പിക്കേണ്ടതാണ്. വുളൂഇന്റെ അവയവങ്ങളിൽ വെള്ളം ഒലിച്ചിറങ്ങണം. മോതിരത്തിന്റെ താഴെ വെള്ളം എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഇങ്ങനെ ചെയ്യണം. ഇന്ന ഉമ്മതി യുദ്ഔന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ فمن استطاع منكم أن يطيل غرته وتحجيله فليفعل. തല 3 പ്രാവശ്യം തടവുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വിവരിച്ചിട്ടുള്ളത്, തലയിൽ നിന്ന് അല്പം മാത്രം തടവിയാൽ മതി, തല മുഴുവൻ തടവുക എന്നതാണ് ഏറ്റവും പുണ്യമുള്ളത്. തല തടവുന്നതിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. അബ്ദുല്ലാഹിബ്നു സയ്യിദ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ എടുക്കുമ്പോൾ തലക്ക് വേണ്ടി എടുത്തതല്ലാത്ത വെള്ളം ചെവിക്ക് വേണ്ടി എടുക്കുന്നത് ഞാൻ കണ്ടു. ചെവി 3 തവണ തടവുന്നു.
രണ്ട് ചെവികളും ഒപ്പം തടവേണ്ടതാണ്. തള്ളവിരൽ കൊണ്ട് ചെവിയുടെ പുറവും ചൂണ്ടുവിരൽ കൊണ്ട് ഉൾവശവും ഇങ്ങനെ തടവണം. രണ്ടു കാലുകളും ഞെരിയാണി ഉൾപ്പെടെ 3 പ്രാവശ്യം കഴുകുന്നു. ആദ്യം വലതുകാൽ, പിന്നീട് ഇടതുകാൽ. കാൽ വിരലുകളുടെ ഇട, മടമ്പ് തുടങ്ങിയവ ശ്രദ്ധിച്ചു കഴുകേണ്ടതാണ്. കണങ്കാലിലേക്ക് അല്പം കയറ്റി കഴുകണം. വുളുഇന് ശേഷം ഇപ്രകാരം നിന്ന് ദുആ ചെയ്യണം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. വുളുഇന്റെ ഫർളുകൾ: 1. നിയ്യത്ത് ചെയ്യൽ. 2. മുഖം കഴുകൽ. 3. 2 കൈ മുട്ട് ഉൾപ്പെടെ കഴുകൽ. 4. തല അല്പം തടവൽ. 5. കാൽ നെറിയാണി ഉൾപ്പെടെ കഴുകൽ. 6. മേൽപ്പറഞ്ഞവ ക്രമത്തിൽ നിർവഹിക്കൽ. വുളുഇന്റെ ചില പ്രധാന സുന്നത്തുകൾ: ഖിബിലക്ക് മുന്നിടുക, തുടക്കത്തിൽ ബിസ്മിയും ദിക്റുകളും ചൊല്ലുക, മുൻകൈ കഴുകുക, പല്ലു തേക്കുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക, തല മുഴുവൻ തടവുക, ചെവി തടവുക, അവയവങ്ങൾ തേച്ചു കഴുകുക, കഴുകലും തടവലും 3 പ്രാവശ്യം ചെയ്യുക, അവസാനം ദുആ ചെയ്യുക. രോഗം കാരണമോ ജലക്ഷാമം കൊണ്ടോ വെള്ളം ഉപയോഗിക്കുക സാധ്യമല്ലെങ്കിൽ വുളുഇനും കുളിക്കും പകരം തയമ്മും ചെയ്യാവുന്നതാണ്. തയമ്മുമിന്റെ രൂപം നമുക്ക് പഠിക്കാം. നിസ്കാര സമയം ആയ ശേഷം നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നു കരുതി ശുദ്ധിയുള്ള പൊടിമണ്ണ് മുൻകൈ കൊണ്ട് 1 പ്രാവശ്യം ഇങ്ങനെ അടിച്ചെടുത്ത് മുഖത്ത് തടവുക. രണ്ടാമതും അടിച്ചെടുത്ത് കൈകൾ തടവുക. തടവുന്ന രൂപം നന്നായി ശ്രദ്ധിച്ചുവല്ലോ. ഇങ്ങനെ ചെയ്യുന്നതാണ് തയമ്മും. ഒരു തയമ്മും കൊണ്ട് 1 ഫർള് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. വെള്ളം ഉപയോഗിക്കാനുള്ള തടസ്സം ഒരു അവയവത്തിൽ മാത്രമേ ഉള്ളൂവെങ്കിൽ മറ്റു ഭാഗങ്ങൾ കഴുകുകയും മുറിവിന് വേണ്ടി തയമ്മും ചെയ്യുകയും വേണ്ടതാണ്. വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, ചികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ് www.huburrasool.net